ഹലോ എവരിവൺ, എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഒരു 10ാം ക്ലാസ് യോഗ്യത ഉള്ളവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇതാണ് അതിന് പറ്റിയ സമയം. നമ്മുടെ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ PSCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ PSC പരീക്ഷകൾക്കൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഈ 7th ലെവല്, 10th ലെവല്, 12th ലെവല്, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ഒക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ EZB അക്കാഡമിയിൽ ഈ പറയുന്ന എല്ലാ ലെവൽ എക്സാമിനേഷൻസിനുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കമ്പനി ബോർഡ്, ബെക്കോ, LDC, VFA ഈ പറയുന്ന പരീക്ഷകൾ പഠിക്കുന്നവരായിക്കോട്ടെ, യൂണിഫോം ജോലികൾ, അതായത് CPO, വുമൺ CPO, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ, അല്ലെ, അതേപോലെ തന്നെ എക്സൈസ്, സിവിൽ എക്സൈസ് ഓഫീസർ ഒക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഡിഗ്രി ലെവൽ ഈ പറയുന്ന കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCAD, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, കാറ്റ്, അല്ലെ, അപ്പോൾ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ EZB അക്കാഡമിയുടെ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല, ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളോട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം പഠിച്ചു തുടങ്ങുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എന്ത് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പറയുന്ന 731/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ വന്നിട്ടുള്ള പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള ടീച്ചറിന്റെ അല്ലെ ഒരു പോസ്റ്റിലേക്കാണ് കേട്ടോ. അപ്പൊ ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. 31/12/2025 ഗസറ്റ് ഡേറ്റ് വന്നു. അതിനെക്കുറിച്ച് വിശദ വിവരങ്ങൾ ഈ പറയുന്ന ജനുവരി മാസങ്ങളിൽ 2026 വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ് കേട്ടോ. അപ്പം ഏകദേശം 31,100 മുതൽ 66,800 വരെയുള്ള ഒരു സാലറി സ്കെയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. വേക്കൻസിയെ വേക്കൻസിയെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങളൊന്നും ഇതിനകത്ത് നൽകിയിട്ടില്ല. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി, അല്ലെങ്കിൽ പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് എന്ത് ചെയ്യുന്നത്, നൽകിയിട്ടുള്ളത്. ഇനി എന്താണ് പോസ്റ്റ് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പ്രധാനമായിട്ടും PD ടീച്ചർ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന ടീച്ചർ വിഭാഗത്തിലേക്കാണ്. ഓക്കെ, ഈ പറയുന്ന കറക്ഷൻ സർവീസിലേക്കുള്ള ഒരു എന്താണ് ടീച്ചർ തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇനി മറ്റു പ്രത്യേകത, ഇത് മെയിൽസ് ഓൺലി ഒരു പരീക്ഷയാണ്. അല്ലെങ്കിൽ പറയുന്ന മെയിൽസ് ഓൺലി, അതായത് ആണുങ്ങൾക്ക് മാത്രമേ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം പെൺകുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സഹോദരന്മാർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാന്നുള്ളത്, ഓക്കെ, ആദ്യം നോക്കിയേ, മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇനി അതിന്റെ പ്രായപരിധി നോക്കിക്കഴിഞ്ഞാൽ 18 മുതൽ 39 വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത്, പ്രായം നൽകിയിട്ടുള്ളൂ. 18 മുതൽ 39 വയസ്സ് വരെ. ഇനി ഏജിനെ പറ്റി നോക്കുകയാണെങ്കിൽ 18 മുതൽ 39 വയസ്സ് പ്രായമുണ്ട്. അതായത് 2/1/1986 1/1/2007 വേണ്ടി ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓർത്തിരിക്കുക, 18 മുതൽ 39 വയസ്സിനിടയിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയാണ്. ശരിയല്ലേ? വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഓക്കെ അല്ലേ? 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് തത്തുല്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി TTC അല്ലേ, TTCയോ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റു വിദ്യാഭ്യാസ യോഗ്യതയോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരുപാട് സുഹൃത്തുക്കൾ ഈ പറയുന്ന 10ാം ക്ലാസ് +2 കഴിഞ്ഞിട്ട് TTCക്ക് പോകുന്നവരുണ്ട്. ഓക്കെ, അപ്പം 10ാം ക്ലാസ്സും TTC ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ പറയുക. നിങ്ങൾക്ക് നമ്മുടെ ജയിലുകളിൽ പ്രധാനമായിട്ടും ജയിലുകൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന തീഹാർ ജയിലുകളുള്ള ജയിലുകളൊന്നുമല്ല കേട്ടോ. ഈ പറയുന്ന ചെറിയ ഈ പറയുന്ന ജുവനൈൽ ജയിലുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഉള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പറഞ്ഞ ക്ലാസ്സുകൾ മറ്റും എടുത്തിരിക്കുന്ന ഒരു ജോലിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം TTC ഒക്കെ പാസ്സായിട്ടുള്ളവരാണ്, ഒരു SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു ജോബും കൂടിയാണ് ഈ പറയുന്ന പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള ഒരു ടീച്ചറിന്റെ തസ്തിക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഈ പറയുന്ന പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് നിങ്ങൾക്ക് ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തസ്തികയിലേക്ക് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓർത്തിരിക്കുക, 18 മുതൽ 39 വയസ്സ് വരെയാണ് പ്രായമെന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സും TTCയുമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും
ഈ 10ാം ക്ലാസ് +2 കഴിഞ്ഞിട്ട് TTCക്ക് പോയതിനു ശേഷമാണ് ഈ പറയുന്ന ഡിഗ്രി പോലും എടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരു ടീച്ചർ ആവാനാണ് ആഗ്രഹമുള്ളവർ കാണും അല്ലെ. പ്രധാനമായിട്ട് ഈ പറയുന്ന ടീച്ചർ എക്സാമിനേഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കിയിരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകൾ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് ടീച്ചറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക 4/2/2026 കേട്ടോ. 4/2/2026 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ PSC ആണ് എന്ത് ചെയ്യുന്നത്, അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപ്പം നമ്മുടെ കേരള PSCയുടെ www.keralapsc.gov.in കയറിയ ശേഷം നിങ്ങൾ ഈ പറയുന്ന 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് tulsi.in-ലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം ഫെബ്രുവരി വരെ നോക്കിയിരിക്കരുത്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന തസ്തികയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഈ പറയുന്ന ആളുകളെല്ലാം ഒന്നെങ്കിൽ ഈ പറയുന്ന സ്കൂളിൽ നിന്നുള്ള വേക്കൻസികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നവരായിരിക്കാം. ഓക്കെ, അപ്പം അവരുടെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് വെച്ച് നിങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ട് ഈ പറയുന്ന കറക്ഷൻ സർവീസുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളുകളിലും മറ്റുമായിട്ട് ഈ പറയുന്ന രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക, ഇതൊരു സർവീസും കൂടിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന സുഹൃത്തുക്കൾ കാണും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പറയുന്ന അപേക്ഷകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല വ്യക്തമായിട്ട് പഠിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 7th ലെവൽ, 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കാഡമിയിൽ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ 9995467246 നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം എന്ത് ചെയ്യും, ഒരു ഉത്തരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക 731/2025 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്യേണ്ടവർ എന്ത് ചെയ്യുക, വേഗം പോയി അപ്ലൈ ചെയ്യുക, വേഗം പോയി പഠിച്ച് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വീണ്ടും കാണാം. ബൈ.